ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. ഇത് കോമൺ ആയിട്ട് ഇപ്പോൾ കുട്ടികളിലൊക്കെ കണ്ടുവരുന്നൊരു അസുഖമാണല്ലേ. ADHDനെ പറ്റി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾക്ക് അയാളുടെ അറ്റൻഷൻ പേ ചെയ്യാനും ഇമ്പൾസീവ് ബിഹേവിയർ അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ബിഹേവിയർ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡറാണ് ADHD. ഇന്നറ്റൻഷൻ്റെ അണ്ടറിൽ വരുന്ന സിംറ്റംസിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ കൊടുത്താൽ അത് ഫോക്കസോടുകൂടി ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, എന്തെങ്കിലും സാധനങ്ങളൊക്കെ മറന്നു പോവുക, കാണാതായി പോവുക, അതുപോലെ റെസ്പോൺസിബിലിറ്റീസൊക്കെ കൊടുത്താൽ അത് ചെയ്യാൻ മറന്നു പോവുക, അതുപോലെ നമ്മളവരോട് സംസാരിക്കുന്ന സമയത്ത് കേൾക്കാത്ത പോലെ ഇരിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്നറ്റൻഷൻ്റെ അണ്ടറിൽ വരുന്ന സിംറ്റംസ്. ഹൈപ്പർ ആക്ടിവിറ്റിയിലാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. സിറ്റിംഗ് ടോളറൻസ് ഭയങ്കര കുറവായിരിക്കും. അതുപോലെ മറ്റുള്ളവരായിട്ട് സംസാരിക്കുന്ന എൻ്റെ ഇടയിൽ ഇൻ്റർഫിയർ ചെയ്യുക, പിന്നെ ക്വൈറ്റായിട്ടിരുന്ന് ചെയ്യേണ്ട ടാസ്കുകളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ അണ്ടറിൽ വരുന്ന സിംറ്റംസ്. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനത്തിലാണ് കൂടുതലായിട്ട് ADHD എഫക്റ്റ് ചെയ്യുക. ഇന്നറ്റൻഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി കൊണ്ട് പിയർ ഗ്രൂപ്പ്സിലുള്ള കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുകയും അവരെ മാറ്റി നിർത്തുകയും അതിലൂടെ ഈ കുട്ടികൾ ഐസൊലേറ്റഡ് ആവുകയും ചെയ്യും. അഡൾട്ട്സിനാണെങ്കിൽ അവരുടെ കരിയറിനെയാണ് ഇന്നറ്റൻഷൻ കൂടുതലായിട്ട് ബാധിക്കുക. ഹൈപ്പർ ആക്ടിവിറ്റി അവരുടെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യും. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ആയിരിക്കും. എടുത്ത് ചാടിയുള്ള പെരുമാറ്റമൊക്കെ ആയിരിക്കും. ADHDനെ പറ്റിയിട്ട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു മിസ്ബിലീഫ് ഉണ്ട്. പുവർ ബിഹേവിയർ അല്ലെങ്കിൽ ബാഡ് ബിഹേവിയറിനെ എക്സ്ക്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ടേമാണ് ADHD, അല്ലെങ്കിൽ പറയുന്ന ഒരു ഡിസോർഡറാണ് ADHD എന്ന്. പക്ഷേ ശരിക്കും ADHD ഉള്ള ഒരാളുടെയും നോർമലായിട്ടുള്ള ഒരാളുടെയും ബ്രെയിനിൻ്റെ സ്ട്രക്ചർ തമ്മിൽ തന്നെ ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ADHD ജനറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ഒരു ഡിസോർഡറാണ്. അതായത് പാരൻസിനുണ്ടെങ്കിൽ കുട്ടികൾക്കും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ADHDക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്യൂവറില്ല. തെറാപ്പികൾ ചെയ്യാം, മെഡിസിൻസ് എടുക്കാം. തെറാപ്പിയിൽ മെയിനായിട്ട് അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. പിന്നെ മെഡിസിൻസായിട്ട് മെയിനായിട്ട് സ്റ്റിമുലൻ്റാണ് ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മെഡിറ്റേഷൻസോ യോഗയോ ഒക്കെ ചെയ്യാവുന്നതാണ്. വേറെ എന്തെങ്കിലും എക്സസൈസോ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ മൈൻഡ് കാമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ADHDനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ADHDനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസോർഡറിനെ പറ്റിയിട്ടോ ഒക്കെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജിലൂടെയോ ഒക്കെ ചോദിക്കാവുന്ന. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ DM ചെയ്യാം, മെയിൽ ചെയ്യാം. ഇതുപോലുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഇതൊരു ഉപകാരപ്പെടുകയാണെങ്കിൽ അവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം.